നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വികസനത്തിൽ UAE എത്ര തന്നെ മുൻപന്തിയിലാണെങ്കിലും സൗദിയെ വെല്ലാൻ ആരുമില്ല. പ്രത്യേകിച്ച് സൗദി എണ്ണ ആധാരമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധവും ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അമേരിക്കയും സൗദിയും ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ നാം കണ്ടതാണ് എത്ര ഉറ്റ തോഴന്മാരായിരുന്നു. എന്നാൽ ഇപ്പോഴോ ബൈഡനുമായിട്ട് നല്ല രസത്തിലല്ല. US സൗദി ബന്ധം മെച്ചപ്പെടുത്താൻ ജോ ബൈഡൻ ഇപ്പോൾ രംഗത്തിറങ്ങി. സൗദിയിലേക്ക് ബൈഡൻ ഭരണകൂടം പാട്രിയറ്റ് മിസൈൽ വേദ ഇന്റർസെപ്റ്ററുകൾ അയച്ചിരിക്കുകയാണ്. ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം സൗദിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല സൗദി അറേബ്യ. ഈ ബന്ധം മെച്ചപ്പെടുത്താനാണ് ബൈഡന്റെ ശ്രമം എന്നത് ഇന്റർസെപ്റ്ററുകൾ സൗദിയിലേക്ക് അയച്ചതായി ബൈഡൻ ഭരണകൂടം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം ഈ തീരുമാനം ഔദ്യോഗികമായി തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ മേഖലയിലെ സുഹൃത്തുക്കളെ എപ്പോഴും അമേരിക്ക സംരക്ഷിക്കുമെന്ന് ജോ ബൈഡൻ നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നു. ഈ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് മിസൈൽ വേദ സംവിധാനങ്ങൾ അയച്ചത്. നേരത്തെ വൈറ്റ് ഹൗസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ യമനിലെ ഹൂതി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. സൗദി അറേബ്യയുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണം. എണ്ണ ഉൽപാദനത്തിന് വരെ ഇതിലൂടെ തടസ്സം നേരിട്ടിരുന്നു. ഒപ്പം തീപിടുത്തവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മിസൈൽ പ്രതിരോധ സംവിധാനം US നൽകിയിരിക്കുന്നത്. നേരത്തെ സൗദിയിലെ സുൽത്താൻ എയർബേസിൽ നിന്ന് പാട്രിയറ്റ് പ്രതിരോധ സംവിധാനം US മാറ്റിയെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഹൂതികളിൽ നിന്ന് തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണം നേരിടുന്ന സമയമായിരുന്നു അത്. ഹൂതികൾക്കെതിരായുള്ള പ്രതിരോധത്തിന് വളരെ അത്യാവശ്യമാണ് ഇന്റർസെപ്റ്ററുകൾ. 2015 മുതൽ ഹൂതികളുമായി യുദ്ധത്തിലാണ് സൗദി അറേബ്യ. പാട്രിയറ്റ് സംവിധാനങ്ങൾ സൗദിയിൽ നിന്ന് മാറ്റിയതിന് പിന്നിൽ മറ്റ് വൻ ശക്തികളിൽ നിന്നുള്ള ഭീഷണിയാണെന്നാണ് കരുതിയിരുന്നത്. ചൈനയും റഷ്യയും തുടർച്ചയായി തന്നെ US-ന് ഭീഷണി ഉയർത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ സൈനിക സംവിധാനം US കുറച്ചിട്ടില്ല. ഇവിടെ അത്യാധുനിക സംവിധാനത്തോടെ വ്യോമസേനയും നാവികസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. പാട്രിയറ്റ് സംവിധാനങ്ങൾ മാറ്റിയത് US സൗദി ബന്ധം മോശമാക്കിയിരുന്നു. മുഹമ്മദ് ബിൻ സൽമാനുമായി നേരിട്ട് ഇടപാടുകൾ നടത്താൻ ബൈഡൻ വിസമ്മതിച്ചിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് ഹൂതികളെ നീക്കുകയും ചെയ്തിരുന്നു. ഒപ്പം മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ വധത്തിന് ഉത്തരവിട്ടത് മുഹമ്മദ് ബിൻ സൽമാനാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും അമേരിക്ക പുറത്തുവിട്ടിരുന്നു. താൻ അറിയാതെയാണ് ഇക്കാര്യം നടന്നതെന്ന് നേരത്തെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. തന്നെക്കുറിച്ച് ബൈഡൻ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമാക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ മുഹമ്മദ് ബിൻ സൽമാനും പറഞ്ഞിരുന്നു. അമേരിക്കയുടെ താല്പര്യത്തിനൊപ്പം നിൽക്കണമോ എന്ന് ബൈഡനാണ് തീരുമാനിക്കേണ്ടതെന്നും സൽമാൻ പറയുകയായിരുന്നു. ഇനി എന്തായാലും അമേരിക്കയും സൗദിയും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാകുമായിരിക്കാം. ഇതിലൂടെ നിരവധി നേട്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും കൈവരിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് റഷ്യയെ എതിർത്ത് നിൽക്കുന്ന അമേരിക്കയ്ക്ക് എന്തായാലും ഇനി എണ്ണ നൽകണമെങ്കിൽ സൗദി കനിയണം. അതിനാൽ തന്നെ ഇത്തരമൊരു ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നത് അമേരിക്കയുടെയും ആവശ്യമാണ്. അമേരിക്കയുടെ സഹായം സൗദിക്കും ആവശ്യമായി വരുന്നതിനാൽ ഈ ബന്ധം ഇനി എത്തരത്തിൽ പോകുമെന്ന് നാം കാത്തിരുന്ന് തന്നെ കാണണം. പ്രവാസികൾക്കും ഈ ബന്ധം നേട്ടമാകുമെന്ന് പറഞ്ഞു വയ്ക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.